ചേച്ചി ഒത്തിരിയും സീനിയറാണ്. 3 മേഖലയിൽ നിന്ന് വന്ന ഒരാളാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സിനിമ, സീരിയൽ, നാടകം. ഈ 3 മേഖലയിൽ നിന്നും ചേച്ചിക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ സ്റ്റാർട്ടിങ്ങിൽ സിനിമയിൽ കയറുമ്പോഴോ സീരിയലിൽ കയറുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവാറുള്ള എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാവാറുള്ള ഒരു ഇപ്പം പറഞ്ഞ കാസ്റ്റിംഗ് കോച്ച് എന്ന് പറയും, പണ്ട് അഡ്ജസ്റ്റ് എന്താണോ എനിക്ക് അതുകൊണ്ടായിരിക്കും എനിക്ക് അവസരം ഇല്ലാതിരിക്കുന്നത് സിനിമയിലായാലും. ഇല്ല, ആരും ചോദിച്ചിട്ടില്ല. ഇന്ന് വരെ അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. അല്ല, ചോദിക്കുന്നത് ക്ഷമിക്കണം, കാരണം പണ്ടുള്ള അല്ല, ഉണ്ടായിരിക്കാം. പക്ഷെ അത് എന്തോ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. നാടകത്തിലായാലും സീരിയലിലായാലും സിനിമയിലായാലും അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇങ്ങനെയൊക്കെ ചിലരിരുന്ന് പറയുന്ന കേൾക്കാം. അങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു. ചിലപ്പം ശരിക്കും അവർ തന്നെ ആകണമെന്നില്ല. മനസ്സിലായില്ലേ? എനിക്ക് തന്നെ ചിലപ്പോൾ കോള് വരാറുണ്ട്, ഒരു പരസ്യം ഞങ്ങൾ ഇത്രാം തീയതി വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വിളിക്കത്തില്ല. പിന്നെ കുറേ നാൾ അയ്യോ അന്ന് വിളിച്ചതാണ്, അപ്പം നമുക്ക് മനസ്സിലായി ഇതുകൂടായിപ്പോൾ അയ്യോ ഇല്ല എനിക്ക് താല്പര്യമില്ലെന്നും പറഞ്ഞു നമ്മൾ കട്ട് ചെയ്യും. ആണെന്ന് മനസ്സിലാവും. 1-2 പ്രാവശ്യം വിളിച്ചിങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ ഇന്നത്തെ പിള്ളേർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മതി. കാരണം ഒരുപാട് അവസരങ്ങളുണ്ട്. കഴിവുണ്ടെങ്കിൽ നമുക്കൊന്നും പേടിക്കണ്ട, ആരെയും ഭയക്കേണ്ട ഉണ്ട്. ഒരുപാട് അവസരങ്ങളുണ്ട്. എങ്ങനെയാണേലും ഏത് മേഖലയിലാണേലും തൊഴിൽ ചെയ്യാനുള്ള ഒരുപാട് അവസരമുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ അഭിനയ സീരിയൽ ഇപ്പം 40 സീരിയലോളം നടക്കുന്നുണ്ടേ. അപ്പോൾ ഒരു സീരിയലിന്റെ പുറകില് അഭിനേതാക്കൾ ഉൾപ്പെടെ 60-75 പേരോളം ഉണ്ട്. 40 സീരിയൽ. അത്രയും പേരുടെ ജീവിതം കഴിഞ്ഞു പോകുന്നില്ലേ? അതാ പറഞ്ഞത്, എല്ലാവരോടെ ചേർന്ന് അഭിനയിക്കുന്നവരൊരു 10-20 പേര് കാണും. ബാക്കിയെല്ലാം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരാ, ഡയറക്ടറും എല്ലാം. അപ്പൊ അത്രയും പേരുടെ ജീവിതം കഴിഞ്ഞു പോകുന്നില്ലേ? ചേച്ചി ടോട്ടൽ എത്ര സീരിയലായി? ഞാനിപ്പോൾ 3 സീരിയൽ ചെയ്യുന്നുണ്ട്. ടോട്ടൽ എത്ര അഭിനയിക്കുന്നു? ഇപ്പം അഭിനയിച്ചു കഴിഞ്ഞു? അങ്ങനെ ചോദിച്ചാൽ ഞാൻ അങ്ങനെ എണ്ണം എടുത്തിട്ടില്ല. നാടകത്തിന്റെ മാത്രമേ അറിയാവുള്ളൂ. നാടകം ഞാൻ ഒരുപാട് സ്റ്റേജ്, ഏതാണ്ട് KPSC തന്നെ 2 സമിതിയിലൂടെ എല്ലാ നാടകങ്ങളും അഭിനയിക്കാൻ പറ്റി. മുടിയനായ പുത്രൻ കമ്മ്യൂണിസ്റ്റാക്കി, പിന്നെ പാഞ്ചാലി, മൃച്ഛകടിയം, മൂലധനം, ഒരുപാട്. അല്ല, KPSC സംബന്ധിച്ച് പഴയ നാടകങ്ങളും കളിക്കുന്നുണ്ട്. ഇടകലർന്ന ഇന്നിപ്പോൾ കമ്മ്യൂണിസ്റ്റാക്കി ആണെങ്കിൽ നാളെ മൃച്ഛകടികമായിരിക്കും. അങ്ങനെ 2 സമിതി. ഉണ്ട്. ഇപ്പോഴും കളിക്കുന്നുണ്ടല്ലോ KPSC. അങ്ങനെ കളിക്കുന്നുള്ളൂ. 2-3 നാടകം അവരിപ്പോഴും കളിക്കുന്നുണ്ട്. ഇപ്പം ചേച്ചിക്ക് KPSC ഒരു വിളി വന്നാൽ പോവോ നാടകത്തിലേക്ക് പോകുമെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഈ മേഖലയിലേക്ക് വന്നില്ലേ, എപ്പോഴെങ്കിലും അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കുറച്ചൊക്കെ ഇതൊക്കെ ഒന്ന് മതിയാക്കി നാടകം ചെയ്യണമെന്നുള്ള. കാരണം നാടകമാണ് നമ്മളുടെ ശ്വാസം പോലും. അതുകൊണ്ട് ചെയ്യണം. ഞങ്ങൾ ഈ അടുത്തിടെ ഒരു 6-7 വർഷത്തിന് മുമ്പ് പ്രമാണി എന്ന് പറഞ്ഞൊരു നാടകം ഉണ്ടല്ലോ, അതെടുത്ത് ഞങ്ങൾ സീരിയൽ ആർട്ടിസ്റ്റുകളെല്ലാം കൂടെ കളിച്ചു. 10-12 സ്റ്റേജ് കളിച്ചായിരുന്നു. അതൊരു കൊതിയുടെ പുറത്ത് നാടകത്തിൽ നിന്ന് വന്നവരായിരുന്നു. കോട്ടയം റഷീദ് ഖാൻ, ഞാന്, മരിച്ചുപോയ വലിയശാല രമേശ്, കനകലത ചേച്ചി മരിച്ചുപോയി. മരിക്കുന്നതിനൊക്കെ 6 വർഷം മുമ്പ് അങ്ങനെ കളിച്ചായിരുന്നു. സീരിയൽ ആർട്ടിസ്റ്റുകളുടെ നാടകം എന്നും പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തായിരുന്നു. ഈ ചേച്ചി ഇപ്പം എനിക്ക് തോന്നുന്നു 1000 പുറത്തായിട്ടുണ്ട് എല്ലാം കൂടെ, സീരിയല്, സിനിമ, നാടകം എല്ലാം കൂടെ. 1000 ആയിട്ടില്ല, അത്ര ആയിട്ടില്ല കേട്ടോ. എന്നാലും ഒരു 10-500-നകത്ത് വരും എല്ലാം കൂടെ. സിനിമ ഇപ്പം റീസെന്റ് ആയിട്ട് ഇനി ഇറങ്ങാനുള്ളത് സൂപ്പർ സ്റ്റാർ കല്യാണി എന്ന് പറഞ്ഞൊരു ചെറിയ പടമാണ്. അതാണ് ഇനിയിപ്പോൾ. അത് ഡബിംഗ് ഒന്നും ആയില്ല. പിന്നെ ഒരു 2 പടം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പടം ചെയ്തിട്ടേ നമുക്ക് ചെയ്തെന്ന് പറയാൻ പറ്റുള്ളൂ. പറയാൻ പറ്റുള്ളൂ. പിന്നെ അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നില്ല. കാരണം ഇവിടെ നമുക്ക് നല്ല വേഷങ്ങളുണ്ട്, അത്യാവശ്യം തൊഴിലുണ്ട്. അപ്പോൾ പിന്നെ അതിനുവേണ്ടി ഇപ്പം അമ്മ കഥാപാത്രമൊക്കെ കുറവല്ലേ, ഉണ്ടെങ്കിൽ തന്നെ 2 ദിവസം നായകനും നായിക അമ്മയില്ലാത്ത സിനിമകളല്ലേ വരുന്നത്. ഒരു വഴി കൂടെ അവരുടെ മാത്രം. അപ്പൊ പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത്രേ ഉള്ളൂ. ചിലപ്പോ അമ്മ തിരിഞ്ഞു നിന്ന് ഡയലോഗ് പറയുന്നതായിരിക്കാം. നമ്മൾ അങ്ങനെ പോയി ചെയ്യേണ്ട കാര്യമില്ല. ഡയലോഗ് മാത്രം കേൾപ്പിക്കും ചിലപ്പോ. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ഇഷ്ടം പോലെ അവസരമുണ്ട്, നമുക്ക് ചെയ്യാൻ വയ്യാത്ത കുഴപ്പമേ ഉള്ളൂ. 3 സീരിയൽ. അമൃതയില് മീര എന്ന് പറഞ്ഞിട്ട്, പിന്നെ സൂര്യയില് കളിവീട്, ഇവിടെ മഴവിൽ മനോരമയിലെ മണിമുത്ത്. കളിവീട്ടിനകത്ത് എനിക്കൊന്ന് അലിഫും ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാരും ചേഞ്ച്. എങ്ങനെയാ 3 കൂടെ എങ്ങനെ? അല്ല, ഇത് 15 തൊട്ട് 30 വരെയാ മണിമുത്ത്. അന്നേരം വേറെ ഒന്നും കൊടുക്കുന്നില്ല. ഇവിടെ തന്നെ 10-12 ദിവസത്തെ വർക്ക് കാണും. മീരയും അത് 1 തൊട്ട് 15 വരെ. അപ്പൊ അത് അവര് തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ. അതെ. എന്തായാലും വളരെ സന്തോഷമുണ്ട് ചേച്ചി. നമ്മള് പേഴ്സണലായിട്ട് ഞാൻ അധികം ബോറടിപ്പിച്ചില്ലെന്ന് വിശ്വസിക്കുന്നു. ഇല്ല, നമ്മള് ശരിക്കും ഇത് അങ്ങനെയല്ലല്ലോ, സംസാരിക്കുമല്ലോ. അതെ. താങ്ക് യു സോ മച്ച് ചേച്ചി. കഥാപാത്രം ഒന്ന് കുറച്ചും കൂടെ ഒന്ന് പറയാമോ? നമ്മുടെ
മണിമുത്തിലെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ എൻ്റെ മോളാണ് അവന്തികയുടെ ക്യാരക്ടർ. അപ്പോൾ അവന്തികയുടെ ഹസ്ബൻഡിനോട് പെട്ടെന്നൊരു യാദൃച്ഛികമായിട്ട് കല്യാണം മുടങ്ങിയിട്ട് ഓഫീസിലുണ്ടായിരുന്ന ആൾ തന്നെ കല്യാണം കഴിക്കുകയാണ്. പക്ഷേ എൻ്റെ കഥാപാത്രത്തിന് അത് ഇഷ്ടമല്ലായിരുന്നു. ഇവളുടെ ജീവിതം അന്നേരം രക്ഷിക്കാൻ വേണ്ടി അച്ഛൻ അന്നേരം പുള്ളിയെ കൊണ്ട് കെട്ടിക്കുന്നതാണ്. എന്തോ നമ്മളുടെ കുടുംബത്തിന് ചേരുന്ന ആളല്ല എന്ന് അന്ന് തൊട്ടേ ഈ അമ്മയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് അവനെ കുട്ടി നമ്മളത് വളർത്തുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോഴാണ് ഈ ജോലിക്കാരിയിലൊരു കുട്ടിയുമായിട്ട് വന്ന് കയറുന്നത്. ശരിക്കും ഇയാളുടെ മകളാണത്. അത് ഇവർക്കൊരു മനസ്സിലൊരിതുണ്ട് ആ കുട്ടി. അതുകൊണ്ട് മകളെ സംരക്ഷിക്കാൻ വേണ്ടി അത് ഏതൊരു അമ്മയും അങ്ങനെ ചിന്തിക്കുള്ളൂ. എൻ്റെ മകളുടെ ഭാവി മറ്റുള്ളവരുടെ കാര്യം നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവർ പറയുന്നതെല്ലാം കറക്റ്റാണ്. പക്ഷെ അത് കുട്ടിയോടാവുമ്പം ജനത്തിന് നേരെ കുഞ്ഞിനോട് എന്ത് ഇതാണ്. പക്ഷെ എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ ഞാനാണ് ശരി. പക്ഷെ നോക്കുമ്പോൾ അങ്ങനെയല്ല. അങ്ങനൊരു കഥാപാത്രം. എങ്കിലും അമ്മ കഥാപാത്രങ്ങൾ ഇനിയും കുറേ അധികം ഇനി വരാൻ പോകുന്നു. ചേച്ചിയിൽ നിന്ന് പുതിയ സീരിയലുകൾ സിനിമകൾ വരട്ടെ.